വിശുദ്ധ അൽഫോൻസമ്മയുടെ തിരുനാളാണ്. ജനങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പുണ്യവതിയാണ് വിശുദ്ധ അൽഫോൻസമ്മ. അൽഫോൻസമ്മ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിശുദ്ധയാകുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള മറുപടി ഇതാണ്: സാധാരണ കാര്യങ്ങളിലെ അസാധാരണമായ ആത്മവിശുദ്ധിയും ആത്മസമർപ്പണവും അൽഫോൻസമ്മ കാണിച്ചിട്ടുണ്ട്. അൽഫോൻസമ്മ മഠത്തിൻ്റെ 4 മതിലുകൾ വിട്ട് പുറത്തു പോയിട്ടില്ല. അൽഫോൻസമ്മ മുറിക്കകത്ത്, പള്ളിക്കകത്ത്, ആശ്രമത്തിൽ പ്രാർത്ഥനാപൂർവ്വം ജീവിച്ചു. മണിയടിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായമല്ലായിരുന്നു അൽഫോൻസമ്മയ്ക്ക്. എന്നും ദൈവസാന്നിധ്യ സ്മരണയിൽ ദൈവത്തോടൊത്ത് ചിലവഴിക്കുന്ന ഒരു ജീവിതം, സദാ ദൈവവിചാരമുള്ള, ദൈവത്തെ ഓർത്ത് ജീവിതം ചിലവഴിച്ച ഒരു പ്രിയപ്പെട്ട സഹോദരി. അൽഫോൻസമ്മയുടെ ജീവിതം മുഴുവൻ നിലയ്ക്കാത്ത ഒരു പ്രാർത്ഥനാ സ്തുതിഗീതമായിരുന്നു. അൽഫോൻസമ്മയിലെ കണ്ടെത്തുന്ന രണ്ടാമത്തെ ഒരു വലിയ പ്രത്യേകത, സഹനങ്ങൾ അൽഫോൻസമ്മയ്ക്ക് സാധ്യതകളായിരുന്നു. അൽഫോൻസമ്മയുടെ രോഗങ്ങൾ മൂലമുള്ള പീഡാനുഭവങ്ങൾ, അതിലെല്ലാം അൽഫോൻസമ്മ സർഗാത്മകമായിട്ട് കർത്താവിൻ്റെ സഹനം കണ്ടെത്തി. എൻ്റെ കർത്താവിൻ്റെ സഹനത്തിൽ കർത്താവ് എന്നെ കൂട്ടുപങ്കാളിയാക്കി. കർത്താവിൻ്റെ സഹനത്തിൽ എൻ്റെ സഹനത്തിനും ഒരു കൂട്ടുപങ്കുണ്ട്. അൽഫോൻസമ്മയുടെ മനസ്സിൽ നിന്നും കർത്താവിൻ്റെ പീഡാനുഭവ യാത്രയിൽ കർത്താവിനെ ആശ്വസിപ്പിച്ച ഭക്തസ്ത്രീകൾ, കർത്താവിൻ്റെ തിരുമുഖം തുടയ്ക്കാൻ ഇടയായ വേറോനിക്ക, കർത്താവിൻ്റെ കുരിശ് താങ്ങാൻ കർത്താവിന് കഴിയാതെ വന്നപ്പോൾ മുന്നോട്ട് വന്ന കൗറിയൻകാരനായ ശമയോൻ, തൻ്റെ എല്ലാ സഹനങ്ങളും കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ തുടർച്ചയാണെന്നുള്ള അൽഫോൻസമ്മയുടെ ഒരു കാഴ്ചപ്പാട്. സഹനങ്ങളില്ലാത്ത മനുഷ്യർ ആരാ ഉള്ളത്? എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സഹനങ്ങളുണ്ട്. ചിലപ്പോൾ സാമ്പത്തികമാകാം, ചിലപ്പോൾ കുടുംബത്തിൽ അനൈക്യമായിരിക്കാം, ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പഠിക്കാൻ പറ്റാത്തതാകാം, പഠിപ്പ് കഴിഞ്ഞിട്ട് ജോലി കിട്ടാത്തതാകാം. സഹനങ്ങളില്ലാത്ത മനുഷ്യർ ആരും തന്നെ ഇല്ല. പക്ഷെ സഹനത്തെ രക്ഷാകരമായി കാണാൻ നമ്മെ പഠിപ്പിച്ച പാഠപുസ്തകമാണ് അൽഫോൻസമ്മ. സഹനം നിഷേധാത്മകമായിട്ടല്ല കണ്ടത്. കർത്താവ് ശിഷ്യത്വത്തിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞ വാക്കുകൾ അൽഫോൻസമ്മ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരുന്നെന്നാണ് പറയുന്നത്. ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം കുരിശെടുത്ത് എൻ്റെ കൂടെ വരട്ടെ. കർത്താവിൻ്റെ കുരിശ് ചുമക്കാൻ കർത്താവ് നൽകിയ അവസരമായിട്ടാണ് അൽഫോൻസമ്മ തൻ്റെ എല്ലാ സഹനങ്ങളെയും കണ്ടത്. തൻ്റെ സമൂഹത്തിലെ രോഗത്തിൻ്റെ പേരിൽ ഒറ്റപ്പെട്ട അനുഭവങ്ങളൊക്കെ അൽഫോൻസമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അൽഫോൻസമ്മ അതിൽ നിരാശ കണ്ടെത്തിയില്ല. തൻ്റെ സഹനങ്ങളിൽ പഴിചാരിപ്പെട്ടപ്പോൾ, കുറ്റപ്പെടുത്തലുണ്ടായപ്പോഴൊക്കെ അൽഫോൻസമ്മ അതിനെ തൻ്റെ സഹനത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ
ഉപാധിയായിട്ട് കണ്ടുമുട്ടി. അൽഫോൺസമ്മ സഹനത്തെ പ്രാർത്ഥനയാക്കിയെന്ന് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ എനിക്ക് താല്പര്യമുണ്ട്. പാലായിൽ നിന്നും ഭരണങ്ങാട്ടിൽ നിന്നും അൽഫോൺസമ്മ ആയതുകൊണ്ടായിരിക്കാം മിഷൻ പ്രവർത്തനത്തിന് ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുള്ള അൽഫോൺസമ്മ തൻ്റെ സഹനങ്ങളൊക്കെ മിഷന് വേണ്ടി കാഴ്ചവെച്ചവളാണ്. താൻ സഹിക്കുമ്പോഴൊക്കെ തന്നെ അൽഫോൺസമ്മ ഓർത്തത്, എനിക്ക് മിഷനിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പോകാൻ കഴിയില്ല. എനിക്ക് നേരിട്ട് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ ഈ സഹനങ്ങൾ പ്രാർത്ഥനയാക്കുമ്പോൾ മിഷൻ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന് അൽഫോൺസമ്മ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അൽഫോൺസമ്മ സാധാരണക്കാരായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും നൽകുന്ന ഒരു വലിയ പാഠമുണ്ട്. നിങ്ങളുടെ സഹനങ്ങളെ നിങ്ങൾക്ക് സർഗാത്മകമായിട്ട് കാണാൻ കഴിയും, നിഷേധാത്മകമായിട്ട് കാണാൻ കഴിയും. സർഗാത്മകമായിട്ട് കാണുക. അതിൻ്റെ പിറകിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയുക. ഞാൻ സഹിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ തൻ്റെ സഹനത്തിൽ കൂട്ടുപങ്കാളിയാക്കുകയാണെന്നുള്ള തിരിച്ചറിവുണ്ടാക്കുക. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ എനിക്കൊരു അനുഭവം പറയാനുണ്ട്. എനിക്കറിയുന്നൊരു ചെറുപ്പക്കാരൻ വിവാഹം അധികം കഴിയുന്നതിന് മുൻപ് അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ ജീവിത പങ്കാളി മാനസിക അസ്വസ്ഥതയുള്ള ഒരാളാണ്, മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ഒരാളാണ്. ആ സഹോദരൻ്റെ മുൻപിൽ പലരും ഉപദേശിച്ചു, സഭാ കോടതിയിൽ കേസ് കൊടുത്താൽ ഈ വിവാഹം നിനക്ക് ഒഴിവാക്കി കിട്ടും, നീ പേടിക്കാതിരിക്കേ. പക്ഷെ ആ സഹോദരൻ പറഞ്ഞ വാക്കുകൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. കർത്താവ് എൻ്റെ ചുമലിൽ വെച്ച കുരിശാണ്, ഞാനത് ചുമക്കണം. അൽഫോൺസാമ്മയുടെ കബറിടത്തിൽ വന്നു പ്രാർത്ഥിക്കുന്ന ആളുകൾ നല്ലൊരു ശതമാനവും ലോട്ടറി കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു വരുന്നവരല്ല, മറിച്ച് ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിലും ദുഃഖ സങ്കടങ്ങളിലും സംഘർഷങ്ങളിലുമൊക്കെ അൽഫോൺസാമ്മയുടെ കബറിടത്തിൽ നിന്ന് ശക്തി വാങ്ങിച്ചെടുക്കാൻ വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അൽഫോൺസാമ്മയുടെ കബറിടത്തിൽ കമിഴ്ന്നു വീണ് പ്രാർത്ഥിക്കുന്ന ആളുകൾ പലരും ആ കബറിടത്തിൽ കണ്ണുനീർ പൊഴിച്ച് എഴുന്നേൽക്കുമ്പോൾ അവരുടെ മുഖത്ത് ഒരു പ്രസാദമുണ്ട്, അവരുടെ ഹൃദയത്തിൽ ഒരു സന്തോഷമുണ്ട്. സഹനങ്ങൾ ഒഴിഞ്ഞു പോയത് കൊണ്ടല്ല, സഹനങ്ങൾ ശരിയായ അർത്ഥത്തിൽ ഏറ്റെടുക്കാനായിട്ട് അവർക്ക് ശക്തി കിട്ടിയത് കൊണ്ടുള്ള സംതൃപ്തിയിലാണ്. അൽഫോൺസമ്മ കേരളത്തിലെ വിശുദ്ധരിലെ മിഷൻ പ്രവർത്തനത്തിൻ്റെ മധ്യസ്ഥയായിട്ടാണ് ഞാൻ കാണുന്നത്. കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് മിഷൻ പ്രവർത്തനങ്ങളിൽ പോകുന്നുണ്ട്. മിഷൻ പ്രവർത്തനങ്ങളിലൊക്കെ ധാരാളം പ്രതിസന്ധി അനുഭവിക്കുന്നവരുണ്ട്, അടികൊണ്ടവരുണ്ട്, വെടിയേറ്റ് മരിച്ചവരുണ്ട്, അപമാനിക്കപ്പെട്ടവരുണ്ട്. പക്ഷേ അൽഫോൺസമ്മ അവർക്ക് കൊടുക്കുന്ന ഒരു ജീവിത മൂല്യമുണ്ട്. മിഷന് വേണ്ടി സഹിക്കേണ്ടി വരുന്നത് മിഷൻ്റെ വളർച്ചയ്ക്ക് എൻ്റെ കൂട്ടുപങ്കാളിത്തമാണ്, എൻ്റെ കൂട്ടുത്തരവാദിത്തമാണ്. അൽഫോൺസമ്മ അതുകൊണ്ട് സഹിച്ചപ്പോഴൊക്കെ തന്നെ കർത്താവിൻ്റെ മുൻപിൽ ഒറ്റ നിയോഗം മാത്രമേ വെച്ചിട്ടുള്ളൂ, കർത്താവേ, എൻ്റെ ഈ സഹനത്തെ എനിക്ക് മിഷനിലേക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിലും നീ മിഷൻ്റെ വിജയത്തിനെ ഏറ്റെടുക്കണമേ. അൽഫോൺസമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് മിഷൻ വിജയിച്ചിട്ടുള്ള ഒരുപാട് അനുഭവ കഥകൾ കാണാനും കേൾക്കാനും
എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൽഫോൻസമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. കുടുംബത്തിലാകാം, ജീവിത പങ്കാളിയിൽ നിന്നാകാം, മക്കളിൽ നിന്നാകാം, സ്വന്തം വീട്ടുകാരിൽ നിന്നാകാം, സഹനങ്ങൾ ഒരിക്കലും നിഷേധാത്മകമായിട്ട് കാണരുത്. സഹനങ്ങളെ സർഗാത്മകമായിട്ടും പോസിറ്റീവായിട്ടും കാണുവാൻ നമുക്ക് കഴിയട്ടെ. അൽഫോൻസമ്മ ഈ ലോകത്തോട് പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സന്ദേശം, കർത്താവിൻ്റെ സഹനം കുരിശിലെ മരണം കൊണ്ട് അവസാനിച്ചിട്ടില്ല. എൻ്റെയും നിങ്ങളുടെയും സഹനങ്ങളുണ്ടല്ലോ, ആ സഹനങ്ങൾ കർത്താവിൻ്റെ സഹനത്തിലുള്ള എൻ്റെയും നിങ്ങളുടെയും കൂട്ടുപങ്കാളിത്തവും കൂട്ടുത്തരവാദിത്വവുമാണ്. അതുകൊണ്ട് ഇന്നും സഹനങ്ങൾ നമുക്കുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, സഹനങ്ങൾ ഒരു നിമിത്തമല്ല, അതൊരു നിയോഗമാണ്. അൽഫോൻസമ്മ നമുക്ക് നൽകുന്ന പാഠം അതാണ്. നമ്മുടെ സഹനങ്ങളെ കർത്താവിൻ്റെ പീഡാനുഭവത്തോട് ചേർത്ത് വയ്ക്കുക. നമുക്ക് ശിമയോനെ പോലെ കർത്താവിൻ്റെ കുരിശ് ചുമക്കാൻ കഴിയട്ടെ. വെറോനിക്കയെ പോലെ കർത്താവിൻ്റെ മുഖം തുടയ്ക്കാൻ കഴിയട്ടെ. ഭക്തസ്ത്രീകളെ പോലെ കർത്താവിൻ്റെ സഹനത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കഴിയട്ടെ. അൽഫോൻസമ്മയുടെ മാധ്യസ്ഥം നമുക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ കൂട്ടായ്മകൾക്ക് ഒരു പാഠപുസ്തകമാകട്ടെ. സഹനത്തെ നന്മയോടുകൂടെ കാണുക, സഹനത്തെ കർത്താവിനോട് കൂടെ ഏറ്റെടുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കന്യകയേ അൽഫോൻസാമേ, വിശുദ്ധ അൽഫോൻസായേ, വിശുദ്ധയാമമ്മേ, വിശുദ്ധിയിൽ